അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു പോവാം. അപ്പൊ സ്കോളേഴ്സ് ഈ ഇൻഡിപെൻഡൻസിന് ശേഷം, പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ട്രൈബ്സിനെ കാസ്റ്റിൽ നിന്ന്, നമ്മുടെ ജാതിയിൽ നിന്ന് വ്യത്യസ്തരായി കാണാനായിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അത് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപാട് ജോലികളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാമൂഹിക ശ്രേണീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്യൂരിറ്റി പൊല്യൂഷൻ, ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റിനിടയിൽ നിലനിൽക്കുന്ന പ്യൂരിറ്റി പൊല്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജാതീയപരമായിട്ടുള്ള, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പൊ ഈ ജാതി എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ സ്ഥാനം, സമൂഹത്തിലുള്ള നമ്മുടെ ആക്സെപ്റ്റൻസ് എല്ലാം ഈ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ട്രൈബിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കില്ല. ട്രൈബ്സ് എന്ന് പറയുമ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ കിങ്ഷിപ്പ് ആയിട്ട് പറയുന്ന സമയത്തും കിങ്ഷിപ്പ് ബോണ്ട് വളരെ കൂടുതലാണ്. ട്രൈബൽ സമൂഹത്തിൽ കുറച്ചും കൂടെ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ എല്ലാ ആളുകളെയും ഒരുപോലെയാണ് കൂടുതലായിട്ടും ട്രൈബൽ സൊസൈറ്റീസിൽ കാണുന്നത്. അപ്പൊ അവരുടെ ലീനേജും ക്ലാൻ യൂണിറ്റ്സും ഒക്കെ എന്ന് പറയുന്നത് അവരുടെ ഓണർഷിപ്പ് എത്രമാത്രം ഉണ്ട്, അവരുടെ പ്രൊഡക്ഷൻ എത്രമാത്രം ഉണ്ട്, അവർ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ ലീനേജ്, അവരുടെ ഒരു ക്ലാൻ ഒക്കെ രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ഇൻഈക്വാലിറ്റി, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി, സബോർഡിനേഷൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി, ഒരു കാസ്റ്റ് മറ്റൊരു കാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സബോർഡിനേഷൻ ഒക്കെ നമുക്ക് എന്തിൽ കാണാനായിട്ട് സാധിക്കും? കാസ്റ്റ് സൊസൈറ്റീസിൽ കാണാനായിട്ട് സാധിക്കും. കാസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിലീജിയസിനേക്കാൾ കുറച്ചും കൂടെ ഷാർപ്പാണ് കാസ്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു സിമിലർ ആണ്. അവരുടെ പ്രാക്ടീസസ് ആവട്ടെ, അവരുടെ രീതികളാവട്ടെ, അവരുടെ ബിഹേവിയർ പാറ്റേൺ ആവട്ടെ, ആളുകൾ തമ്മിലുള്ള ഈ ഒരു പ്രാക്ടീസസ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് തരത്തിൽ മാനസികപരമായിട്ട് നമ്മൾ അവരെ നോക്കിക്കാണുന്ന രീതിയിലും അവരുടെ പ്രവർത്തനങ്ങളാവട്ടെ, അതിലൊക്കെ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, എപ്പോഴും അവരൊരു സെൻസറി പ്ലഷേഴ്സിനാണ്, കുറച്ചും കൂടെ ഒരു സംതൃപ്തി അടങ്ങുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതലും താല്പര്യപ്പെടുക. പക്ഷേ കാസ്റ്റ് മെമ്പേഴ്സ് ആവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യത്യാസതകൾ, ഓരോ കാസ്റ്റിനും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കാസ്റ്റ് ബേസ്ഡ് വില്ലേജുകൾ, ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗ്രാമങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ അതിൽ തന്നെ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ഒരു വ്യത്യസ്തത, ഹെട്രോജീനിയസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ജാതിക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാക്ടീസസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ സിമിലർ ആണ്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, ഒരു ഹോമോജീനിയസ്, ഒരു സിമിലാരിറ്റി കീപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ഒരുപാട് ട്രൈബ്സിന് ഇന്ത്യ നോക്കിക്കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു എക്സ്പ്ലോയിറ്റേഷനോ അല്ലെങ്കിൽ ഒരു ചൂഷണങ്ങളോ അല്ലെങ്കിൽ ഒരു ശ്രേണീകരണമോ ഒന്നും നമുക്ക് എന്തിൽ കാണാനായിട്ട് സാധിക്കില്ല? ട്രൈബ്സിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈവൻ ഇത്തരത്തിലുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിലും മെനി ഗ്രൂപ്പ്സ്, ഇപ്പൊ ട്രൈബ്സ് ആയിട്ട് അറിയപ്പെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രൂപ്പുകൾ എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ഒരു എല്ലാ ട്രൈബിലും നമുക്ക് ഈ ഒരു ആസ്പെക്ട് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇന്ത്യയിലെ മിക്ക ട്രൈബുകളിലും നമുക്ക് ഈ ഒരു ആട്രിബ്യൂട്ട്സ് ആണ് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രൈബും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത് സിമിലർ ആണോ, ട്രൈബ് കാസ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ ടു കാസ്റ്റ്. ഇപ്പൊ കൊളോണിയൽ എത്നോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടങ്ങളിൽ ട്രൈബ്സിനെ കാസ്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റ് ഗ്രൂപ്പുകൾ, ജാതീയപരമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നും ട്രൈബ്സ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അവർക്ക് ജനറൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ ബ്രോഡർ ആയിട്ടുള്ള സമൂഹത്തോട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് കൊളോണിയൽ പഠനങ്ങളൊക്കെ മിക്കതും സൂചിപ്പിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം നടത്തിയിട്ടുള്ള എത്നോഗ്രഫി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ, ട്രൈബ്സിന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഇന്ററാക്ഷൻസ്, ഇവിടെയുള്ള ലാർജർ സൊസൈറ്റിയുമായിട്ട് ട്രൈബൽസിന് ഇന്ററാക്ഷൻസ് കീപ്പ് ചെയ്യുന്ന, ട്രൈബൽസിന് ഒരു ബന്ധം സ്ഥാപിക്കുന്ന രീതിയൊക്കെ പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. ഡിഫറൻറ്റ് സ്കോളേഴ്സിന് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ ഇന്ററാക്ഷനെ പറ്റിയിട്ട്. വ്യത്യസ്ത രീതിയിലാണ് ഓരോ
സ്കോളേഴ്സും പറയുന്നത്. സിൻഹ ട്രൈബ്സിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ലിറ്റിൽ ട്രഡീഷൻ ആണ്. അപ്പൊ നമ്മൾ ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കോമണാലിറ്റി ഉണ്ടാവും, ചെറിയൊരു സമൂഹമായിരിക്കും, അവരുടെ ജീവിതവും ഏകദേശം ഒരുപാട് സിമിലാരിറ്റിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുപാട് ഇന്ററാക്ഷനും ഒക്കെ കാണപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് സിൻഹ ട്രൈബ്സിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. ബെറ്റലയെ സംബന്ധിച്ചിടത്തോളം ബെറ്റലെ എന്താണ് പറയുന്നത്, ട്രൈബ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഒരു കാഴ്ചപ്പാടും സ്റ്റേറ്റിന്റെ സിവിലൈസേഷനും പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൂചിപ്പിക്കാനാണ് ബെറ്റലെ ശ്രമിച്ചിട്ടുള്ളത്. എന്താണ് ട്രൈബ്സും സിവിലൈസേഷനും ഒരേ സമയത്ത് തന്നെ നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബെറ്റലെ പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റിന്റെയും സിവിലൈസേഷനെയും നിന്ന് പുറത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ബെറ്റലെ ട്രൈബായിട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ട്രൈബ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് പുറത്തായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പുറത്ത് നിൽക്കുന്നതാണെങ്കിൽ കൂടെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആധുനികതയും നാഗരികതയൊക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ട്രൈബ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതിലൂടെ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് തരത്തിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരുപാട് അവരുടെ ബിഹേവിയറിലാവട്ടെ അവരുടെ പ്രവർത്തനങ്ങളിലാവട്ടെ ഒരുപാട് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്നും ആ കാലത്തിലെ ഹിസ്റ്റോറിയൻസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ട്രൈബ്സ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ട്രൈബൽ സൊസൈറ്റീസിന് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും കാണുന്നത് അവരൊരു സിവിലൈസ്ഡ് ആയി കുറച്ചും കൂടെ ഒരു സിവിലൈസേഷനിലേക്ക് മൂവുകയും ലാർജർ സൊസൈറ്റി, ട്രൈബ് എന്ന് പറയുമ്പോൾ നേരത്തെ സിൻഹ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലിറ്റിൽ ട്രഡീഷൻ അല്ലെങ്കിൽ ലിറ്റിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരുപോലെയുള്ള സിമിലർ സൊസൈറ്റിയിൽ നിന്ന് അവർ ലാർജർ ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത അടങ്ങുന്ന സമൂഹവുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ട്രൈബ്സ് തുടങ്ങുന്നതായിട്ട് പറയുന്നുണ്ട്. ഹിസ്റ്റോറിയൻസും അതുപോലെ തന്നെ ആന്ത്രോപോളജിസ്റ്റും ഒരുപാട് തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റഗ്രേഷൻ കൂടിച്ചേരലുകൾ ജനറൽ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ ജനറൽ സൊസൈറ്റിയുമായിട്ട് ട്രൈബ്സ് കൂടിച്ചേരുന്നതായിട്ടുള്ള ഒരുപാട് പഠനങ്ങളൊക്കെ ഹിസ്റ്റോറിയൻസും ആന്ത്രോപോളജിസ്റ്റുകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്കോളേഴ്സ് ആയിട്ടുള്ള കോസാംബി അതുപോലെ തന്നെ NK ബോസ് പോലെയുള്ള ആളുകൾ ട്രൈബ്സിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. ട്രൈബ്സ് എന്ന് പറയുന്നത് ഹിന്ദു സമൂഹവുമായിട്ട് ചേർന്ന് നിന്ന് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്കോളേഴ്സ് ആയിട്ടുള്ള കോസാംബി അതുപോലെ തന്നെ NK ബോസ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷം ആന്ത്രോപോളജിസ്റ്റുകൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ട്രൈബ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഹിന്ദു പെസന്റ് പോപ്പുലേഷന്റെ അവരുടേതായിട്ടുള്ള രീതികൾ, അവരുടെ കൾച്ചേഴ്സ്, അവരുടെ കാസ്റ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആന്ത്രോപോളജിസ്റ്റുകൾ പഠനം നടത്തിയപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പ്രൊമിനന്റ് ആയിട്ടുള്ള ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ, ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ അവരെന്തിലേക്ക് മാറിയിട്ടുണ്ട്, ഈ കാസ്റ്റ് സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിൽസ്, ബുമീസ്, മജൈ അതുപോലെ തന്നെ കാസ, രജ്ഗോണ്ട് പോലെയുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ട്രൈബ്സിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ, ഇത്തരത്തിലുള്ള കാസ്റ്റിലേക്കുള്ള ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രൈബ്സ് ആന്ത്രോപോളജിസ്റ്റ് നടത്തുന്ന സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഹിന്ദു സമൂഹവുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തൊരു കാലഘട്ടവും അവർക്ക് ഉണ്ടായിരുന്നു. കാരണം തുടക്ക കാലഘട്ടത്തിലൊക്കെ അവർ ഹിന്ദു സൊസൈറ്റിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം, അവർ ഹോമോജീനിയസ് ആയിട്ടും സിമിലർ ആയിട്ടും ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാനൊക്കെ ഒരു കോപ്പറേഷനിലേക്ക്, ഹിന്ദു സമൂഹവുമായിട്ട് കോപ്പറേഷനിലേക്ക് വരുന്നതും ആദ്യ കാലഘട്ടങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് അവർക്കിടയിൽ ഒരു കോപ്പറേഷൻ കാണാനും അത് അവരുടെ ഡെവലപ്മെന്റിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ആന്ത്രോപോളജിസ്റ്റുകൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. റോയ് ബർമൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ട്രൈബ്സിനെ 4 കാറ്റഗറീസ് ആയിട്ട്, ഹിന്ദു സമൂഹവുമായിട്ട് അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ 4 കാറ്റഗറീസ് ആയിട്ട് റോയ് ബർമൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ, ബന്ധം അധികം സ്ഥാപിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകള്, പിന്നെന്ന് പറയുന്നത് സ്ഥാപിക്കുന്ന ആളുകള്, പിന്നെ പോസിറ്റീവ്ലി അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആളുകള്, പിന്നെന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് അവർക്ക് അതുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത ആളുകള്, ഹിന്ദു സമൂഹവുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അപ്പൊ 4 രീതിയിലാണ് റോയ് ബർമൻ ട്രൈബൽ സൊസൈറ്റീസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥി ഡിവൈഡ് ചെയ്യുന്നത് 5 കാറ്റഗറീസ് ആണ്. അവരുടെ മറ്റ് ജനറൽ സൊസൈറ്റിയുമായിട്ടുള്ള അവരുടെ ഒരു കൂടിച്ചേരലിനെയും അവരുടെ ഒരു അസിമുലേഷനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 5 കാറ്റഗറീസ് ആയിട്ടാണ് വിദ്യാർത്ഥി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് കാടുകളിൽ താമസിക്കുന്ന, രണ്ടാമത്തെ എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന, മൂന്നാമത്തെ എന്ന് പറയുന്നത് സെമി അക്കൾച്ചേർഡ് ആയിട്ടുള്ളത്, നാലാമത്തെ എന്ന് പറയുന്നത് വളരെയധികം കൾച്ചേർഡ് ആയിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നത്, അഞ്ചാമത് എന്ന് പറയുന്നത് അസിമുലേറ്റഡ്, അവരുമായിട്ട് ചേർന്ന് നിന്ന് പോകുന്ന ഒരു സമൂഹം. അങ്ങനെ 5 രീതിയിലാണ് വിദ്യാർത്ഥി ട്രൈബൽ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എൽവിൻ പറയുന്നത് അദ്ദേഹം 4 കാറ്റഗറീസിലാണ്
ട്രൈബ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകൾ, രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്ലെയിൻസിലുള്ള ആളുകളായിട്ടും അതുപോലെ തന്നെ അവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ട്രൈബുകൾ, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹിന്ദു സൊസൈറ്റിയുമായിട്ട് ഒരു ലോവർ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ, നാലാമത്തെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഹിന്ദു ഫെയ്ത്തും അതുപോലെ തന്നെ മോഡേൺ ലിവിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്വീകരിക്കുന്ന ഒരു കൂട്ടം ട്രൈബുകൾ. ദുബെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹവും ഈ എൽവിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് അദ്ദേഹവും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മിക്ക ഹിസ്റ്റോറിയൻസും സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും ഈ ഒരു അസിമുലേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് ട്രൈബ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ചൊല്ലിക്കൊണ്ട് ഒരുപാട് തരത്തിലുള്ള ക്രിട്ടിക്സും അതുപോലെ തന്നെ ഒരുപാട് കോഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. റോയ് ബെർമന് ഈ ഒരു ആശയത്തെ ഒരുപാട് തരത്തിലുള്ള ക്രിറ്റിസിസം അതുപോലെ തന്നെ കോഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ട്രൈബ്സ് എന്ന് പറയുന്നത് കാസ്റ്റിലേക്ക് മാറുന്നത് ഒരു നിർബന്ധിച്ചിട്ടുള്ള ഒരു പ്രക്രിയ ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കാറ്റഗറൈസേഷനെ വിമർശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ട്രൈബ്സിന് എത്രമാത്രം പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹിന്ദു സമൂഹവുമായിട്ട് ചേർന്ന് പോകുന്ന സമയത്ത് അവർക്ക് എത്രമാത്രം പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള കാരണം എന്തൊക്കെയെന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല, റോയ് ബർമൻ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസം പറയുന്നത്. അപ്പൊ അതേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്, കാരണം ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻസ് ട്രൈബ്സ് കാസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കോണ്ടസ്റ്റൽ ആയിട്ടുള്ള എവിഡൻസുകൾ ഒന്നും ഇല്ല എന്നാണ് ആര് പറയുന്നത്, പതി പറയുന്നത്. കാരണം ട്രൈബുകൾ കാസ്റ്റിലേക്ക് മാറുന്നതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ കോണ്ടസ്റ്റൽ പരമായിട്ടോ എവിഡൻസുകളില്ല, മറിച്ച് ഇതെന്ന് പറയുന്നത് ഒരു ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നടത്തുക എന്നുള്ളതാണ് പതി പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നതാണ് മെത്തേഡ്സ് ഓഫ് ട്രൈബൽ അബ്സോർപ്ഷൻ ഇൻ ടു ഹിന്ദു സൊസൈറ്റി. അപ്പൊ അടുത്തൊരു ടോപ്പിക്കാണത്. അതിൽ കോസാംബി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹിന്ദു സൊസൈറ്റിയുടെ ടെക്നോളജീസ് ഒക്കെ ട്രൈബ്സ് അഡോപ്റ്റ് ചെയ്യാൻ, ട്രൈബ്സ് അത് ഫോളോ ചെയ്യാൻ തയ്യാറാവുകയും ഇതൊരു പുതിയ രീതിയിലേക്ക് ഹിന്ദു സമൂഹവുമായിട്ട് അവർ ചേർന്ന് പോകുന്ന രീതിയിലേക്കൊക്കെയാണ് അത് പിന്നീട് മാറിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ബോസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹിന്ദു മെത്തേഡ്സ് ഒക്കെ അവർ അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്തിലേക്ക്, അത് അവരുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലും അതേപോലെ തന്നെ അത് പ്രൊഡക്ഷൻ സിസ്റ്റത്തിലൊക്കെ അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കൂടുതലായിട്ടും ട്രൈബൽ പ്രൊട്ടക്ഷനിലേക്കും അതുപോലെ തന്നെ ഒരു നോൺ കോമ്പറ്റീറ്റീവ്, ഒരു മത്സരത്തേക്കല്ല, കുറച്ചും കൂടി ഒരു നോൺ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഇത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് ബോസ് പറയുന്നത്. അതേപോലെ തന്നെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ എം.എൻ. ശ്രീനിവാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഹിന്ദുസ് ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ് പ്രാക്ടീസസ് ഒക്കെ അവരും എന്ത് ചെയ്യണം, അത് അതേപോലെ തന്നെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന രീതിയാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതും അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും ഹിന്ദു സമൂഹവുമായിട്ട് ഹിന്ദു സൊസൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. സിൻഹ പറയുന്നത് അദ്ദേഹം സ്റ്റേറ്റ് ഫോർമേഷൻ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെത്തേഡാണ് ട്രൈബ്സിന് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസങ്ങളും അവരുടെ പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യാൻ ഈ ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ ട്രൈബ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് സ്റ്റേറ്റ് ഫോർമേഷൻസ് ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് പ്രിൻസ്ലി ആസ് ദ ഫോർമേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒരുപാട് സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ട്രൈബ്സിന് ഇവിടെ പ്രാദേശികപരമായിട്ടുള്ള കാസ്റ്റുമായിട്ട് ചേർന്ന് പോവാനും അവർക്ക് അതുമായിട്ട് അസിമുലേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആര് പറയുന്നത്, സിൻഹ പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സാൻസ്ക്രിറ്റൈസേഷൻ. അപ്പൊ നമുക്കറിയാം സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് എം.എൻ. ശ്രീനിവാസൻ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് സ്കോളേഴ്സ് ഒരുപാട് ടേമുകൾ, ഒരുപാട് പുതിയ പുതിയ ടേമുകൾ, ഉദാഹരണത്തിന് സാൻസ്ക്രിറ്റൈസേഷൻ, ഹിന്ദുവൈസേഷൻ, സെക്ടറൈസേഷൻ, രജപുതൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോവർ കാസ്റ്റിലുള്ള ആളുകൾ അപ്പർ കാസ്റ്റിന്റെ ലൈഫ് സ്റ്റൈൽ, അവരുടെ പ്രാക്ടീസസ്, അവരുടെ റിലീജിയൻ, അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും അതിലൂടെ അവർക്ക് ജാതീയപരമായിട്ടുള്ള ഒരു മുന്നിലേക്ക് വരാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്, ഒരുപാട് സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം, നമുക്ക് ജാതീയ സമൂഹത്തിൽ തന്നെ ഒരു വലിയ സാമൂഹ്യപരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ച ഒരു കോൺസെപ്റ്റ് ആണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് പ്രത്യേകിച്ച് അത് കൂടുതലായിട്ടും ട്രൈബൽ സമൂഹത്തിലാണ് കൂടുതലായിട്ടും അതൊരു മാറ്റം സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സാൻസ്ക്രിറ്റൈസേഷൻ
സാൻസ്ക്രിറ്റൈസേഷന്റെ ഒരു തുടർച്ചയായിട്ടാണ് ട്രൈബൽ സമൂഹത്തിന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതെന്താണ് ഒരു കീ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ട്രൈബ്സ് ഹിന്ദു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിന് പുറത്ത് നിൽക്കുന്ന ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇനീഷ്യലി സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ അവരെന്തായിരുന്നില്ല, ഒരു ഹിന്ദു സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാസ്റ്റ് സൊസൈറ്റിയുടെയോ ഭാഗമായിരുന്നില്ല. ഹിന്ദുവൈസേഷൻ റാദർ ദാൻ സാൻസ്ക്രിറ്റൈസേഷൻ അല്ല, മറിച്ച് ഹിന്ദുവൈസേഷൻ മേ ബി മോർ അപ്രോപ്രിയേറ്റ് ടു ഡിസ്ക്രൈബ്. എന്താണ് ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ കൂടുതലായിട്ടും സാൻസ്ക്രിറ്റൈസേഷനേക്കാൾ കൂടുതൽ ഒരു ഹിന്ദുവൈസേഷൻ, ഹിന്ദുവൽക്കരണത്തിലേക്കാണ് അത് വഴിവെച്ചിട്ടുള്ളത്. കാരണം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാറ്റങ്ങൾ സംഭവിച്ചാലും അവർക്ക് കാസ്റ്റ് ഹൈറാർക്കിയിൽ, ജാതീയപരമായിട്ടുള്ള ശ്രേണീകരണത്തിൽ മുകളിലോട്ട് വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ സാൻസ്ക്രിറ്റൈസേഷനേക്കാൾ കൂടുതൽ നമുക്ക് ഹിന്ദുവൈസേഷൻ ആണ് ട്രൈബ്സിന്റെ ഇടയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മാറ്റം എന്നാണ് പറയുന്നത്. ഹിന്ദുവൈസേഷൻ ട്രൈബ്സിന്റെ ഇടയിലുള്ള ഹിന്ദുവൽക്കരണം എന്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്? അവർ ചില കാസ്റ്റുകൾ കാസ്റ്റ് സ്റ്റാറ്റസ് കിട്ടി, പക്ഷെ അവരപ്പോഴും എവിടെയാണ് നിലനിന്നിട്ടുള്ളത്? ലോവർ കാസ്റ്റ് ആയിട്ട് തന്നെയാണ് ട്രൈബ്സ് നിലനിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ സാൻസ്ക്രിറ്റൈസേഷനേക്കാൾ കൂടുതൽ ട്രൈബ്സിന്റെ ഇടയിൽ ഹിന്ദുവൈസേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരുപാട് ഹയർ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ട്രൈബ്സ് അവർ തന്നെ ഒരുപാട് ക്ലെയിമുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഔട്ട്സൈഡേഴ്സ്, അതിന് പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ള സ്റ്റാറ്റസ് അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. ഹിന്ദുയിസത്തിന് ശേഷവും ട്രൈബ്സ് ഹൈറാർക്കി സ്ട്രക്ചറിൽ, ഹിന്ദു സമൂഹത്തിന്റെ ഹൈറാർക്കി സ്ട്രക്ചറിൽ പുറത്ത് തന്നെയാണ് അവരുടെ ഒരു നിലനിൽപ്പ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഓൺലി ഇപ്പോൾ ആരെങ്കിലും അത്തരത്തിലുള്ള ക്ലെയിം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും ആ ഒരു ജാതീയപരമായിട്ടുള്ള ഒരു മുന്നോട്ട് വരാനായിട്ട് അപ്പോഴും സാധിച്ചിട്ടില്ല. അപ്പോൾ ഹിന്ദുവൈസേഷൻ നടന്നിട്ടുണ്ട്, പക്ഷെ അവർ അപ്പോഴും ലോവർ സ്റ്റാറ്റസിലാണ് നിലനിന്ന് കൊണ്ടുപോയിട്ടുള്ളത്. ഈ കോൺസെപ്റ്റ് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ, ട്രൈബ്സിന്റെ ഇടയിലെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചാലഞ്ചസിലേക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. കാരണം റെഫറൻസ് ഗ്രൂപ്പുകൾ, ഇപ്പൊ നമുക്കറിയാം ട്രൈബ്സിന്റെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് അവരെക്കാൾ മുകളിൽ നിൽക്കുന്ന കാസ്റ്റിന്റെ ട്രഡീഷൻസും പ്രാക്ടീസസും ഒക്കെ ഫോളോ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൺക്ലിയർ ആണ് വിച്ച് സ്പെസിഫിക് കാസ്റ്റ് ഗ്രൂപ്പ്സുമായിട്ടാണ് ട്രൈബ്സ് ചേർന്ന് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹിന്ദു ആയിട്ടുണ്ട്, പക്ഷെ അവർക്ക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഏത് കാസ്റ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഏത് കാസ്റ്റിലേക്കാണ് അവർ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും അവർക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അപ്പർ സ്ട്രാറ്റ, ട്രൈബൽ സൊസൈറ്റീസിന്റെ അപ്പർ സ്ട്രാറ്റ എന്ന് പറയുന്നത്, ട്രൈബ്സിൽ തന്നെയുള്ള അപ്പർ സ്ട്രാറ്റ എന്ന് പറയുന്നത് ഹിന്ദു കാസ്റ്റ് സൊസൈറ്റിയുമായിട്ട് ചേർന്ന് പോവുകയും പക്ഷെ അവരപ്പോഴും ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഹിന്ദു സമൂഹത്തിന് പുറത്തു നിന്നുകൊണ്ടാണ്. അപ്പോൾ ഹിന്ദുവൈസേഷൻ സംഭവിച്ചു, പക്ഷെ ഇത് സാൻസ്ക്രിറ്റൈസേഷനേക്കാൾ കൂടുതലായിട്ടും സംഭവിച്ചിട്ടുള്ളത് ട്രൈബ്സിന്റെ ഇടയിൽ ഹിന്ദുവൈസേഷൻ ആണ്. ട്രൈബ്സ് മേ കൺസിഡർ, ചില കാസ്റ്റുകളെ ട്രൈബ്സ് സുപ്പീരിയർ ആയിട്ട് കാണുന്നുണ്ട്. അത് കാസ്റ്റ് അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവരെങ്ങനെയാണ് സുപ്പീരിയർ ആയിട്ട് കാണുന്നത്? അവരുടെ ജാഗ്രദാസ്, അതുപോലെ തന്നെ ലംബാഡാസിന്റെ അവരുടെ റോൾ അനുസരിച്ചിട്ടാണ്, അല്ലാതെ കാസ്റ്റ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല അവർക്ക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ആയിട്ടുള്ളത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവർക്ക് മറ്റ് ഹയർ കാസ്റ്റുമായിട്ടുള്ള അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില ട്രൈബുകൾക്ക് സുപ്പീരിയർ ആയിട്ട് അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൈബ്സ് എന്ന് പറയുന്നത് ലാർജർ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ അബ്സോർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മറിച്ച് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഡൊമിനന്റ് കമ്മ്യൂണിറ്റിയുടെ ഐഡിയാസും വാല്യൂസും പ്രാക്ടീസസും ഒക്കെ അതേപോലെ പകർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ അവരെ കൃത്യമായിട്ട് ലാർജർ സൊസൈറ്റീനുമായിട്ട് അബ്സോർബ് ചെയ്യാനല്ല, മറിച്ച് അവരെ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മറിച്ച് അവരുടെ ഡൊമിനന്റ് കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങള്, അതിന്റെ പ്രാക്ടീസസ്, അതിനൊക്കെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു സാൻസ്ക്രിറ്റൈസേഷനേക്കാൾ കൂടുതൽ ട്രൈബ്സിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് ഹിന്ദുവൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഹിന്ദുവൈസേഷൻ? ഇൻ സോഷ്യൽ ആന്ത്രോപോളജിക്കൽ ലിറ്ററേച്ചറിൽ ട്രൈബ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കാസ്റ്റ് ആയിട്ടാണ് സോഷ്യൽ ആന്ത്രോപോളജിക്കൽ ലിറ്ററേച്ചറുകളിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഹിന്ദുവൈസേഷൻ ആണ്, ഹിന്ദുവൽക്കരണമാണ്, മറിച്ച് ഒരു സാൻസ്ക്രിറ്റൈസേഷൻ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വെദർ ഈ ഹിന്ദുവൈസേഷൻ കൊണ്ട് മാത്രം നമുക്ക് ആ ഗ്രൂപ്പിനെ ഒരു കാസ്റ്റ് ഗ്രൂപ്പായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ട്രൈബ്സിനെ നമുക്ക് ഹിന്ദുവൈസ്ഡ് ആക്കാനായിട്ട് സാധിക്കും, പക്ഷെ അവരെന്താ
എന്തായിരിക്കും, അവർ കാസ്റ്റിന് പുറത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ട്രൈബൽ സോഷ്യൽ ഓർഗനൈസേഷൻസ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ട്രൈബൽ സോഷ്യൽ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. കാസ്റ്റിന് അപ്പുറം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ട്രൈബ്സിന് ഉണ്ടായിരിക്കും. ചില കീ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സൂചകങ്ങൾ എന്ന് പറയുന്നത് അവർക്കൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻസോ അവരുടെ ഈ ഒരു സ്റ്റഡീസിന് അവർ ട്രാൻസ്ഫോർമേഷനെ പറ്റി ഒരു സഫീഷ്യൻ്റ് അറ്റൻഷൻസ് ഈ ഒരു സ്റ്റഡീസിനെ പറ്റിയിട്ട് വെദർ ട്രൈബ്സ് എന്ന് പറയുന്നത് ഹാവ് ബീൻ മോഡൽ ബേസ്ഡ് ഓൺ ദി കാസ്റ്റ് ഓർ സിവിലൈസേഷൻ ഫ്രെയിംവർക്ക്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയൊരു പഠനങ്ങൾ നടത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ട്രൈബ്സ് കൃത്യമായിട്ട് മോഡൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഈ കാസ്റ്റുമായിട്ടും സിവിലൈസേഷനുമായിട്ടൊക്കെ ഒത്തുപോകാൻ രീതിയിൽ അവരെ പാകപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെ പറ്റിയിട്ടൊന്നും ഈ ലിറ്ററേച്ചറുകൾക്കൊന്നും ധാരണയില്ല. സ്കോളേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹിന്ദു സൊസൈറ്റി എന്താണ് കനോട്ട് ബി സെപ്പറേറ്റഡ് അണ്ടർസ്റ്റാൻഡ് സെപ്പറേറ്റഡ് ഫ്രം ദി കാസ്റ്റ് സൊസൈറ്റി. നമുക്ക് ഹിന്ദു സമൂഹത്തെ ഒരിക്കലും നമുക്ക് കാസ്റ്റ് സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു ട്രൈബ്സിനെ കാസ്റ്റിലേക്ക് കൂടുതലായിട്ടും മാറ്റുക എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് ഒരു പ്രശ്നവൽക്കരണമായിട്ടൊരു കാര്യമായിട്ടാണ് ആ കാലഘട്ടത്തിലുള്ള സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഹോൾ ആർഗ്യുമെന്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ട്രൈബ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ കാസ്റ്റിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടക്കാതായി പോവുകയും കൃത്യമായിട്ടൊരു ധാരണയില്ലാതെ നടക്കാതായി പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദുവൈസേഷൻ കൊണ്ട് സംഭവിച്ചത് കൊണ്ട് തന്നെ അവരുടെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ കിട്ടേണ്ട ആക്സെപ്റ്റൻസോ ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അവരൊരു കാസ്റ്റിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ തന്നെ കാസ്റ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ട്രൈബ്സിന്റെ ഇടയിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ മാറ്റങ്ങൾ സംഭവിച്ചു എങ്കിൽ നമ്മൾ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർ കാസ്റ്റ് സൊസൈറ്റിയുടെ ഭാഗമാവുന്നത്? ഹിന്ദുവൈസേഷൻ കൊണ്ടാണോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ കൊണ്ടാണോ കാസ്റ്റ് സൊസൈറ്റിയുടെ ഭാഗമായത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ടു കൺസിഡർ ഇൻക്ലൂഡ് ദ കാസ്റ്റ് നെയിം, അവരുടെ കാസ്റ്റ് നെയിം എന്താണ്, അവരുടെ കാസ്റ്റ് ഹയറാർക്കിയിൽ അവരുടെ പൊസിഷൻ എന്താണ്, അവർക്ക് ഹയറാർക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റിൽ അവർ എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അവർ ഹിന്ദുവൈസേഷനിലൂടെയാണോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷനിലൂടെയാണോ ഒരു കാസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു ട്രൈബ്സ് കാസ്റ്റ് മെമ്പേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, അവരുടെ മാർക്കറ്റ് അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഇന്റർഡിപെൻഡൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലാതെ പ്യൂരിറ്റി പൊല്യൂഷൻ ഡൈനാമിക്സിൽ നിന്നുകൊണ്ടല്ല. കൂടുതലായിട്ടും അപ്പർ കാസ്റ്റുമായിട്ടുള്ള അവരൊരു കോണ്ടാക്ട് വരുന്നത് അല്ലെങ്കിൽ കാസ്റ്റ് മെമ്പേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് വരുന്നത് സാമ്പത്തിക ഇടപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ഒരുപാട് കേസുകൾ ട്രൈബ്സ് എന്തായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ വില്ലേജ് ലൈഫ് തന്നെ ഒരു ബേസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ആൻഡ് അവർക്കിടയിൽ ഒരു ഹയറാർക്കിക്കൽ ഓർഡറിങ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ട്രൈബ്സിന്റെ ഇടയിൽ ഒരു വില്ലേജ് ബേസ്ഡ് ലൈഫും അതുപോലെ തന്നെ കിങ്ഷിപ്പ് ബോണ്ടും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഹയറാർക്കിക്കൽ ഓർഡറിങ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ട്രൈബ്സ് എന്തിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല, സോഷ്യൽ ആയിട്ടുള്ള കൾച്ചർ ആയിട്ടുള്ള റിച്വൽ ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസ്, കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും റിച്വൽ പരമായിട്ടുള്ള ഡിപ്പെൻഡൻസിലേക്കൊന്നും ആരും പോയിട്ടില്ല, ട്രൈബ്സ് പോയിട്ടില്ല. ഈവൻ അവര് ആഫ്റ്റർ അഡോപ്റ്റിംഗ് ഹിന്ദു ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഈ ഒരു പ്രാക്ടീസസിന് അടിമപ്പെട്ടു പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് വളരെ ഡൗട്ട്ഫുൾ ആണ്. വെദർ ടു സ്റ്റഡി പീപ്പിൾ ഡിസ്ക്രൈബ് ട്രൈബ്സ് ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്ന ആളുകൾ ഒരു പെർസ്പെക്റ്റീവ് കാസ്റ്റ് സ്ട്രക്ചറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇപ്പോഴും അവരൊരു കാസ്റ്റിലേക്ക് മാറി എന്ന് പറഞ്ഞാലും ഒരു മുഴുവനായിട്ട് അത്തരത്തിലുള്ള പ്രാക്ടീസസിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ഹിസ്റ്റോറിയൻസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു കാസ്റ്റിന്റെ ഭാഗമാവണമെങ്കിൽ, കാസ്റ്റുമായിട്ട് നമ്മളൊരു ചേർന്ന് നിന്ന് പോകണമെങ്കിൽ ഹിന്ദു സൊസൈറ്റിയുമായിട്ട് ഒരു കാസ്റ്റ് ആവണമെങ്കിൽ തന്നെ ഹിന്ദു സൊസൈറ്റിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹിന്ദു സമൂഹവുമായിട്ട് ചേർന്ന് നിന്ന് പോവുക എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. പക്ഷെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, അവരുടെ റീജിയണൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്കൊരു കാസ്റ്റിന്റെ ഭാഗമായി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാസ്റ്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് കാസ്റ്റ് സിസ്റ്റം നിലനിന്ന് പോകുന്നത്. അപ്പൊ ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു
കാസ്റ്റിന്റെ ഭാഗമായി എന്ന് പറയുന്നത് എന്തിലൂടെ മാത്രമാണ്? റീജിയണൽ ആയിട്ടുള്ള പ്രാദേശികപരമായിട്ടുള്ള ഭാഷയുമായിട്ട് ചേർന്ന് നിന്ന് പോയാൽ മാത്രമേ നമുക്കത് സാധിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് ബംഗാളി, ഒറിയ, അസാമി കമ്മ്യൂണിറ്റീസ് നിന്നൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പൊ ഈ ഒരു അക്കൾച്ചറേഷൻ, അവരുടെ കൾച്ചറുകൾ പകർത്തുക, ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രാദേശിക തരമായിട്ടുള്ള സമൂഹവുമായിട്ട് നമുക്കൊരു ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതേപോലെ തന്നെ കാസ്റ്റ് സമൂഹവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. പക്ഷെ അതിനൊരു എന്ത് കിട്ടിയിട്ടില്ല, ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടിയിട്ടില്ല. ഫ്രം സോഷ്യോളജിസ്റ്റുകൾക്കോ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾക്കോ ഒരു കൃത്യമായിട്ടുള്ള ഒരു അറ്റൻഷൻ കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അവര് ഗെറ്റിംഗ് ഇന്റഗ്രേഷൻ, കാസ്റ്റിന്റെ സമൂഹവുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ലാംഗ്വേജുമായിട്ട് ചേർന്ന് പോവാതെ നമുക്ക് ഒരിക്കലും കാസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തു, കാസ്റ്റുമായിട്ട് നമ്മൾ അവരുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹിസ്റ്റോറിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്താണ്. ഫ്രം കാസ്റ്റ് മാത്രമല്ല, മറിച്ച് അവരുടെ ഭാഷയാവട്ടെ, അവരുടെ പ്രാദേശികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാവട്ടെ, അതെന്ന് പറയുന്നത് മറ്റു സമൂഹങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡൊമിനന്റ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള എന്തുണ്ട്? ഡിഫറെന്റ് ലാംഗ്വേജുകളുണ്ട്, റിലീജിയൻ ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, സോഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടേതായിട്ടുള്ള ഒരു ചുറ്റുപാട് തന്നെ ആർക്കുണ്ട്? നമുക്ക് ഡൊമിനന്റ് കമ്മ്യൂണിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിഫറൻസിയേഷൻ, ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ട്രൈബ്സ് ഹിന്ദുവൈസേഷന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ തന്നെ ഈ കാസ്റ്റ് ലൈക്ക് ഷുഡ് ബി കൺസിഡർഡ് ആസ് കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബ്സ് എന്ന് പറയുന്നത് അവരിപ്പോഴും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹിന്ദുവിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഹിന്ദു സൊസൈറ്റിയുടെ ഭാഗമായി അല്ലെങ്കിൽ കാസ്റ്റിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ തന്നെ അവരിപ്പോഴും അവരുടേതായിട്ടുള്ള ഭാഷയും അവരുടേതായിട്ടുള്ള കൾച്ചറും തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. ട്രൈബ്സ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ട്രൈബ്സ് എന്തിലേക്ക് വഴിവെക്കുന്നുണ്ട്? ഒരു ഓപ്പോസിഷൻ ടു ഒരു ലാംഗ്വേജുമായിട്ടും ലിംഗ്വിസ്റ്റിക് പരമായിട്ടുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് പോകാനൊക്കെ ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. അത് ഒരുപാട് ചാലഞ്ചസ് ട്രൈബ്സിന്റെ ഇടയിലും കാസ്റ്റിന്റെ ഇടയിലും ഒരു വലിയൊരു ചാലഞ്ചസ് തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈബ്സ് അതുപോലെ തന്നെ കാസ്റ്റ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ വ്യത്യസ്ത ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസും വ്യത്യസ്ത രീതിയിലുള്ള സാമൂഹിക ചുറ്റുപാടുമാണ് ട്രൈബ്സ് ആവട്ടെ കാസ്റ്റ് ആവട്ടെ നിലനിർത്തി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാസ്റ്റിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ തന്നെ ഇതുമായിട്ട് ഒത്തുപോകാനൊന്നും ട്രൈബൽ ഗ്രൂപ്പിന് സാധിച്ചിട്ടില്ല. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ട്രൈബ്സ് കാസ്റ്റിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തിലൂടെ മാത്രം സാധിക്കില്ല? ഹിന്ദുവൈസേഷനിലൂടെ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷനിലൂടെ മാത്രം സംഭവിക്കില്ല, മറിച്ച് അവരുടെ ഭാഷയുമായിട്ടും സംസ്കാരവുമായിട്ടും കസ്റ്റംസുമായിട്ടും സോഷ്യൽ പ്രാക്ടീസസുമായിട്ടൊക്കെ ചേർന്ന് പോയാൽ മാത്രമേ നമുക്ക് ഇത് സംഭവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു ഹിന്ദുവൈസിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഹിന്ദുസിന്റെ ഇൻഫ്ലുവൻസ് ട്രൈബൽ സൊസൈറ്റിയുടെ മുകളിൽ ഒരു ഓട്ടോമാറ്റിക്കലി അവർ ഹിന്ദുസ് ആക്കി മാറ്റുമൊന്നുമില്ല, മറിച്ച് അവർ ഇത്തരത്തിലുള്ള ഹിന്ദു സമൂഹത്തിന്റെ പ്രാക്ടീസസും ഹിന്ദു സമൂഹത്തിന്റെ റീജിയണൽ ആയിട്ടുള്ള കാര്യങ്ങളും കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാസ്റ്റിലേക്ക് മാറിയെന്നോ അല്ലെങ്കിൽ ഹിന്ദുസ് ആയി എന്നോ പറയാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് ഡിഫറൻസിയേഷൻസ് ട്രൈബ്സും അതുപോലെ തന്നെ നോൺ ട്രൈബ്സിനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു റിലീജിയൻ പരമായിട്ടല്ല, മറിച്ച് ലാംഗ്വേജുമായിട്ടും കൾച്ചറായിട്ടും കസ്റ്റംസുമായിട്ടും സോഷ്യൽ പ്രാക്ടീസസുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആന്ത്രോപോളജിസ്റ്റുകൾ ട്രൈബ്സിനെ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു വ്യത്യസ്ത ഗ്രൂപ്പാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നിലനിർത്തിക്കൊണ്ടാണ് ആന്ത്രോപോളജിസ്റ്റുകൾ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയും അവരുടേതായിട്ടുള്ള ഒരു സോഷ്യൽ ഓർഗനൈസേഷനും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ട്രൈബ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ട്രൈബ്സ് ആയിട്ട് തന്നെയാണ്. കാരണം അവരെന്താണ് ഡൊമിനന്റ് ആയിട്ടുള്ള ഈ റീജിയണൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തു നിൽക്കുകയും അവർക്ക് ഒരു ഭീകരമായിട്ടുള്ള ഒരു സിവിലൈസേഷനോ സംഭവിക്കാത്ത ഒരു ഗ്രൂപ്പായിട്ടാണ് അവരതിനെ ഔട്ട്സൈഡ് ആയിട്ടാണ് ആന്ത്രോപോളജിസ്റ്റുകൾ കൂടുതലായിട്ട് നോക്കിക്കണ്ടിട്ടുള്ളത്. ഒരുപാട് കൾച്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് റിലീജിയന്റെ പേരിലും അതുപോലെ തന്നെ ലാംഗ്വേജസിന്റെ പേരിലും ഒരുപാട് കൾച്ചറൽ ചേഞ്ചസ് ട്രൈബ്സിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ഒരിക്കലും നമുക്ക് അവരെ തന്നെ മുഴുവനായിട്ട് ഒരു കാസ്റ്റിലേക്ക് അവരെ ക്വാളിഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ഇപ്പൊ അവരുടെ ലിങ്കേജുകൾ റീജിയണൽ ആയിട്ടുള്ള അവരുടെ ലിംഗ്വിസ്റ്റിക് അതുപോലെ തന്നെ ഹിന്ദു സമൂഹവുമായിട്ടുള്ള അവരുടെ ബന്ധം എന്ന് പറയുന്നതൊക്കെ റീജിയണൽ
റീജിയണലായിട്ട് സംഭവിച്ചിട്ടില്ല, പ്രത്യേകിച്ച് പ്രാദേശികപരമായിട്ടുള്ള ഭാഷയുമായിട്ടോ സംസ്കാരങ്ങളുമായിട്ടോ സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ മുഴുവനായിട്ട് കാസ്റ്റിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അക്കൾച്ചറേഷൻ, ലാംഗ്വേജിലേക്കുള്ള അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് വളരെ കൺസിഡേർഡ് ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റിലീജിയൻ ആയിട്ട് ചിലപ്പോൾ അവർ മാറിയിട്ടുണ്ടാവാം, പക്ഷെ ലാംഗ്വേജ് പരമായിട്ട് അവര് ഒത്തുപോകാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൾച്ചറേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് മാറി എന്ന് ഇതാക്കാനോ അതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാനായിട്ടോ സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ട്രൈബ്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, ലാർജ് സൊസൈറ്റിയുമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഹിന്ദുവൈസേഷനിലൂടെ സാൻസ്ക്രിറ്റൈസേഷനിലൂടെ കംപ്ലീറ്റ്ലി സംഭവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ഒരു എക്സിസ്റ്റൻസ്, അവരുടെ നിലനിൽപ്പ്, അവരുടെ ഐഡന്റിറ്റി എന്തായിട്ടാണ്, ട്രൈബൽ സൊസൈറ്റിയുടെ ഐഡന്റിറ്റി, അവരുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഡിനൈ ചെയ്യാണ്. ഈവൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ, അവർക്ക് കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കൂടെ, അവരുടെ ഐഡന്റിറ്റിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആന്ത്രോപോളജിസ്റ്റുകൾ ഈ ട്രൈബ്സ് ലാർജ് സൊസൈറ്റിയുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തു. ഒരു സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചേഞ്ച് മാത്രമാണ്. കാരണം ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് സംഭവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. മറിച്ച് അവര് ലാർജർ കമ്മ്യൂണിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അതിനൊരു വൈഡ് ആയിട്ടുള്ള ചേഞ്ച് സംഭവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സോഷ്യോളജിസ്റ്റുകളും സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകളും എത്തിപ്പെടുന്ന കൺക്ലൂഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് തരത്തിലുള്ള എത്നോഗ്രഫിക് ആയിട്ടും ഒരുപാട് കോൺസെപ്റ്റ്സിലും ലോജിക്കിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഇൻഅഡ്വക്കേസീസ് ഉണ്ട്, പൂർണ്ണതകൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് സംഭവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും പറയുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള എൻക്വയറിക്ക് കൃത്യമായിട്ട് എൻക്വയറീസസ് നടത്തിയിട്ടില്ല. എങ്ങനെയാണ് ട്രൈബ്സ് ഹിന്ദുവൈസ്ഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് മറ്റു കാസ്റ്റുമായിട്ട് അവർ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് അവർ ഒറിജിനൽ ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അതിനൊക്കെ പറ്റിയിട്ടുള്ള എൻക്വയറീസസ് ഒന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല. ഒരു ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഫോർട്ട് നടത്തിയിട്ടില്ല. എത്രമാത്രം അവർ അക്കൾച്ചേഴ്സ്ഡ് ആയി, എത്രമാത്രം അവര് കാസ്റ്റ് ഓർഗനൈസേഷനിലേക്കൊക്കെ അവർ മാറിയിട്ടുണ്ട്, ട്രൈബൽ ഓർഗനൈസേഷൻ വിട്ടിട്ട് അവർ മാറിയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു എഫോർട്ട് അടങ്ങിയിട്ടുള്ള ഒരു പഠനങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഈ കോൺസെപ്റ്റ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റൈസേഷൻ, ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്നത് കാസ്റ്റിലേക്ക് അവർ പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതൊരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് പറയുന്നതാണ് ബേസിസ് ഫോർ മിസ്കൺസ്ട്രക്ഷൻ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആയിട്ടുള്ള കാസ്റ്റ് എന്ന് പറയുന്നത് ട്രൈബ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്കോളേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ട്രൈബ്സ് കാസ്റ്റിന്റെ ഭാഗമായിട്ട് മാറി നിന്ന് ഒരുപാട് സ്കോളേഴ്സ് പറയുന്നുണ്ട്. ഇത് എന്തിലേക്ക് വഴിവെക്കുന്നത്, ട്രൈബ്സ് ഒരു കാസ്റ്റിലേക്ക് ട്രാൻസ്ഫോം ആയി, അല്ലെങ്കിൽ അവര് കുറച്ചും കൂടെ ട്രൈബ്സ് ഒരു പെസൻസുമായിട്ട് ചേർന്ന് പോകാനായിട്ട് തുടങ്ങി. അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരുപാട് ട്രൈബൽ ആയിട്ടുള്ള ഐഡന്റിറ്റി ഒക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാസ്റ്റുമായിട്ടും ഇത്തരത്തിലുള്ള പെസൻ സൊസൈറ്റിയുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് പോയി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഒക്കെ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ദർ ഈസ് എ ടെലിയോളജിക്കൽ ആസ്പെക്റ്റ് ആണ്, ട്രൈബ്സിനെ പറ്റിയിട്ട് ഒരു ടെലിയോളജിക്കൽ ആസ്പെക്റ്റ് ആണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കൊരു ചേഞ്ചസിന്റെ ഡയറക്ഷൻസ് അസ്യൂം ബിഫോർ, നമ്മൾ പഠനം നടത്തുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടത്തിയത്. ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്ന രീതിയിലൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ പഠനത്തിന് മുന്നേ നടന്നിട്ടുണ്ട്. ഇപ്പോൾ വേൾഡിൽ എവിടെ നോക്കുകയാണെങ്കിലും ട്രൈബ്സിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ട്രൈബ്സ് സ്റ്റഡീഡ് ഇൻ അവരുടെ റൈറ്റ്, അതുപോലെ തന്നെ ഒരു ലോക്കൽ പ്രോസസ്സിന്റെ ഒരു അവരുടെ ഒരു റൈറ്റിനും അവരുടെയൊക്കെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ദ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ട്രൈബ് കാസ്റ്റുമായിട്ട് മാറിയത്, എങ്ങനെയാണ് അവർ പെസൻസുമായിട്ട് മാറിയത്, എങ്ങനെയാണ് അവർ സ്ട്രാറ്റിഫൈഡ് ആയത്, മറ്റു സമൂഹങ്ങളൊക്കെ കൂടുതലായിട്ടും അവരുടെ റൈറ്റുകൾ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കൂടുതലായിട്ടും അവരെങ്ങനെ ഒരു കാസ്റ്റിന്റെ ഭാഗമായി, അവരെങ്ങനെ ശ്രേണീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് നോക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇത് എന്തിലേക്ക് വഴിവെച്ചു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ട്രൈബ്സ് ഇവിടുത്തെ മെയിൻ സ്ട്രീം സമൂഹവുമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയും അത് അവർക്ക് ട്രൈബൽ ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെയാണ് അത് പോകുന്നത്. അപ്പൊ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റഡിയെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ഫോക്കസ് ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ മെയിൻ സ്ട്രീം സമൂഹവുമായിട്ട് ചേർന്ന് നിന്ന് പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് അത് വഴിവെച്ചിട്ടുള്ളത്, അത് എന്തിലേക്കാണ് വഴിവെക്കുന്നത്, ട്രൈബൽ ഐഡന്റിറ്റിയുടെ തകർച്ചയും അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റവും വീണ്ടും നിലനിന്ന് പോകുന്ന രീതിയിലേക്കാണ് അത് വഴിവെച്ചിട്ടുള്ളത്. അല്ലാതെ ട്രൈബ്സിനെ
പ്രശ്നങ്ങളോ ട്രൈബ്സിന്റെ റൈറ്റിനെയോ പറ്റിയിട്ട് പഠിക്കുന്നതല്ല, മറിച്ച് അവർ എങ്ങനെ ഒരു കാസ്റ്റിന്റെ ഭാഗമായി എങ്ങനെ ഒരു സമൂഹത്തിന്റെ ശ്രേണീകരണത്തിലേക്കൊക്കെ പോയി എന്നുള്ളതാണ് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ട്രൈബ്സിന്റെ കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി ലോസ് ആണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനാറിയോ ഇന്ത്യൻ സമൂഹത്തിൽ ട്രൈബ്സിനെ പറ്റി പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സിനാറിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെ ട്രൈബ്സിനെ കൂടുതലായിട്ടും കോൺസെപ്റ്റ് പ്രത്യേകിച്ച് ആന്ത്രോപോളജിക്കൽ ലിറ്ററേച്ചറിലും ഒരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റലൈസേഷനിലൊക്കെ പോയിട്ടുണ്ട്. ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഇന്ത്യയിലെ ട്രൈബ്സിനെ പറ്റി അവരുടെ റൈറ്റുകൾ പറ്റിയിട്ടല്ല കൂടുതൽ പഠിച്ചിട്ടുള്ളത്, അത് അവരെങ്ങനെയാണ് ജനറൽ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അവർക്ക് പ്രീ ഡൊമിനന്റ് ആയിട്ടുള്ള കാസ്റ്റിന്റെ ഫീച്ചേഴ്സ് ഉണ്ടോ, അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ഒരു സോഷ്യൽ ഡിഫറൻസിയേഷൻ അവരെന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നീ രീതിയിലേക്കാണ് കൂടുതലായിട്ട് നോക്കി കണ്ടിട്ടുള്ളത്. ഇപ്പൊ ട്രൈബ്സ് ഇൻ ആന്ത്രോപോളജിയിൽ ട്രൈബ്സിനെ പറ്റിയിട്ടാണ് ആന്ത്രോപോളജിയിലാണ് ട്രൈബ്സിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സീൻ ആസ് ഒരു സൊസൈറ്റി ആയിട്ട് കാണുന്നത്. മറ്റു സമൂഹത്തെ പോലെ തന്നെ നമ്മൾ കാണപ്പെടേണ്ട ഒരു സൊസൈറ്റി ആയിട്ടാണ് കൂടുതലായിട്ടും ആന്ത്രോപോളജിസ്റ്റുകൾ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ബൗണ്ടറീസ് പീപ്പിൾ ബിലോങ്ങിങ് ടു ട്രൈബിൽ ബിലോങ് ചെയ്യുന്ന ആളുകളെയും ട്രൈബിൽ ബിലോങ് ചെയ്യാത്ത ആളുകളെയും നല്ല രീതിയിൽ തന്നെ അവർ നല്ല വേർതിരിച്ച രീതിയിലാണ് ആന്ത്രോപോളജിസ്റ്റുകൾ കൂടുതലായിട്ടും പഠനം നടത്തിയിട്ടുള്ളത്. ഒരുപാട് റൂൾസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ വിത്തിൻ ദി ട്രൈബ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ, എങ്ങനെയാണ് അവർക്കിടയിലുള്ള ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ നോംസുകളും അവരുടെ ബിഹേവിയറും അവരുടെ എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ്, അതിനെയൊക്കെ പറ്റിയിട്ട് കൃത്യമായിട്ട് ആന്ത്രോപോളജിസ്റ്റുകൾ പഠനം നടത്തിയിട്ടുണ്ട്. ട്രൈബൽ സൊസൈറ്റീസിനെ അറിയപ്പെട്ടിരുന്ന ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു സമൂഹവുമായിട്ടാണ് ആന്ത്രോപോളജിസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ട്രെയ്റ്റ്സ്. ഇപ്പോൾ ഒരു മോഡേൺ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒരു ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് അവരുടെ ലിറ്ററസി, അവരുടെ സിവിലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ, അത്തരത്തിലേക്കൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, അവർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അത് അതിന്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആണ്, ട്രൈബൽ സൊസൈറ്റിന്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആയിട്ടാണ് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മോഡേൺ സമൂഹത്തിൽ നിന്ന് അവർ ആബ്സെന്റ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രോങ് സോഷ്യൽ റിലേഷൻഷിപ്പുകളും അവരുടേതായിട്ടുള്ള കിങ്ഷിപ്പുകളും അവരുടേതായിട്ടുള്ള ഒരു റിലീജിയനും ഒരു കോപ്പറേഷനും ഒരു കോമൺ ഗോളൊക്കെ അവരിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ആയിട്ടാണ് പറയുന്നത്. ട്രൈബ്സ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിന്റെയും ഒരു റെപ്രസെന്റേഷൻ ആണ്. അവരുടെ സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റുകളൊക്കെയാണോ ട്രൈബ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ട്രാൻസിഷൻസ്, ഒരുപാട് പുതിയ പുതിയ സ്റ്റേജസിലേക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഒരുപാട് നാഷണാലിറ്റി, നാഷൻഹുഡ്, അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ ട്രൈബ്സിന്റെ ഇടയിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് 2 ആസ്പെക്ട്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ളതും ഒരുപാട് ഡെവലപ്മെന്റ് ആസ്പെക്റ്റുകളും നമുക്ക് ട്രൈബൽ സൊസൈറ്റീസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ട്രൈബ്സിനെ പൊതുവിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ആദ്യ മനുഷ്യന്മാരായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള, അത്രമാത്രം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു ബാക്ക്വേർഡ് സൊസൈറ്റി ആയിട്ടാണ് പൊതുവിൽ ട്രൈബ്സിനെ ആളുകൾ നോക്കി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചാലും ദേ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ബിക്കമിങ് ഒരു കാസ്റ്റുമായിട്ട് മാറി എന്നുള്ളതാണ്. മറിച്ച് ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു പെസന്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡിഫറൻഷിയേറ്റഡ് സൊസൈറ്റീസിലേക്ക് മാറി എന്നുള്ളതാണ്. ട്രൈബ്സിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ തന്നെ അവരൊരു ജാതിയായി മാറി, അല്ലെങ്കിൽ ഒരു കൃഷി സമൂഹത്തിലേക്ക് അവർ മാറി, അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് ഒരുപാട് വ്യത്യസ്ത അടങ്ങുന്ന ഒരു സൊസൈറ്റീസുമായിട്ടാണ് ട്രൈബ്സിന്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രൈബ്സിനെ ട്രൈബൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കാണാനോ ട്രൈബ്സിന്റെ വ്യത്യസ്തപരമായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കിക്കാണാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഇത് ഒരുപാട് ചാലഞ്ചസ്, കാരണം ട്രൈബ്സിന്റെ നിലനിൽപ്പിനെയും ട്രൈബ്സിനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തരമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്തുന്ന രീതിയിലേക്കൊക്കെ അത് ബാധിക്കുകയും അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ട്രൈബ്സിനെ കൂടുതലായിട്ടും ഐഡന്റിഫൈ ചെയ്യുന്നതും ഡിസ്ക്രൈബ് ചെയ്യുന്നതും എന്തായിട്ടാണ്? ഡൊമിനന്റ് സിവിലൈസേഷനിൽ നിന്ന് ആധുനിക തലത്തിലുള്ള മോഡേൺ സമൂഹവുമായിട്ട് വ്യത്യസ്തരായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ ആയിട്ടാണ് കൂടുതലായിട്ടും ട്രൈബ്സിനെ നമ്മൾ നോക്കിക്കാണുന്നതും അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതും. ഈ ഒരു ടേം ആയിട്ടുള്ള ട്രൈബ് എന്ന ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കൂടുതലായിട്ടും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കൂടുതലായിട്ടും ഇന്ത്യയിലെ ട്രൈബ് എന്ന് പറയുന്ന ഒരു വേർഡിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസേജ് വന്നിട്ട് ഇൻഡിജിനസ് പീപ്പിൾ, പക്ഷേ ഇതും ഒരുപാട് തരത്തിലുള്ള ചാലഞ്ചസുകൾ, ഇതിന്റെ ഒരു ഡെവലപ്മെന്റിനും ഈ ഒരു കോൺസെപ്റ്റ് യൂസേജിനൊക്കെ ഒരുപാട് ചാലഞ്ചസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ട്രൈബ് എന്ന് പറയുന്ന വേർഡിനെ തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുണ്ട്. പിന്നീടാണ് ഇൻഡിജിനസ് പീപ്പിൾ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുന്നത്. എന്നിരുന്നാലും ഒരുപാട് തരത്തിലുള്ള ചാലഞ്ചസ് ഒക്കെ ഇതിന്റെ പേരിൽ സംഭവിച്ചിട്ടുണ്ട്.
അടുത്തതായിട്ട് പറയുന്നതാണ് ട്രൈബ് ആസ് എ കമ്മ്യൂണിറ്റി. അപ്പോൾ ട്രൈബൽ പീപ്പിൾ എന്താണ് സ്വയം അവരെ അറിയപ്പെടുന്നത് അവരുടെ ഐഡന്റിറ്റിയിലും അവരുടെ കമ്മ്യൂണിറ്റീസിനെ അറിയപ്പെടുന്നത് ഒരുപാട് ടേമുകൾ. ഇപ്പൊ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ഐഡന്റിഫൈ ദംസെൽവ്സ് ആസ് ട്രൈബ് ആയിട്ടാണ്. പക്ഷെ ഓരോ ട്രൈബിനും ഓരോ പേരുകളുണ്ട്. ഇപ്പൊ സന്താൾസ്, ഖാസീസ്, ഒറോൺസ്, ഗോണ്ട്, ഓരോരോ ട്രൈബൽ നെയിമുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഗ്രൂപ്പ്സ് വെർ നോൺ ബി ടേംസ് ലൈക്ക് ജനാസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ഓഫ് പീപ്പിൾ റാദർ ദാൻ ട്രൈബ് എന്നുള്ളതിന് പകരം ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ കൂടുതലായിട്ടും പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജനാസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ഓഫ് പീപ്പിൾ ആയിട്ടാണ് അവരെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ട്രൈബ്സിനെ പറ്റി പഠനം നടത്തുന്ന സമയത്ത് അവരെ റെഫറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ആക്ച്വൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ്. അവരെ ആദ്യകാലത്തെ മനുഷ്യന്മാരായിട്ടാണ് കൂടുതലായിട്ടും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സന്താൾസ്, ഒറോൺസ്, ഖാസീസിനൊക്കെ കൂടുതലായിട്ടും ഒരു ആക്ച്വൽ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടാണ് ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ട്രൈബൽസിനെ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റീസുമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഈ ട്രൈബ്സ് നമ്മൾ ഓരോ സ്പെസിഫിക് ട്രൈബ്സിലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റീസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ട്രൈബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് കുറച്ചും കൂടെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട്, അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ട്രൈബൽ സൊസൈറ്റീസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അവർ കാസ്റ്റുമായിട്ടും പെസന്റുമായിട്ടും സോഷ്യൽ ഡിഫറൻസിയേഷനിലേക്കൊക്കെ അവർ വരികയും ഒരുപാട് മാറ്റങ്ങൾ റിലീജിയൻ വന്നതോട് കൂടിയിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരികയും അത് എന്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്, അവരുടെ ഗ്രൂപ്പിന്റെ ഒരു നിലനിൽപ്പിനെയും അവരുടെ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിനെയും അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രൈബ്സിന് ഓരോ സ്പെസിഫിക് ഗ്രൂപ്പായിട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സന്താൾ, ഒറോൺ, ഗോൺസ് അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരുവിധം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ വരുന്നതോട് കൂടിയിട്ട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ഐഡന്റിറ്റിക്കും അവരുടെ നിലനിൽപ്പിനെയും അത് പ്രശ്നമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിന്റെ കൺക്ലൂഡിംഗ് പോർഷനിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മൾ കാസ്റ്റ് എന്താന്ന് പറഞ്ഞു, ട്രൈബും കാസ്റ്റും തമ്മിലുള്ള ബന്ധം എന്താന്ന് പറഞ്ഞു, എങ്ങനെയാണ് ട്രൈബ്സിനെ കാസ്റ്റിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ്, അതുപോലെ തന്നെ അവര് കാസ്റ്റിലേക്ക് വന്ന സമയത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ട്രൈബിനെ കാസ്റ്റുമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്, എന്താണ് ഹിന്ദുവൈസേഷൻ, എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ, എങ്ങനെയാണ് ട്രൈബ്സ് ഒരു കാസ്റ്റ് ആയിട്ട് മാറിയത്, അവർക്ക് അതുകൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവർ ലാംഗ്വേജുമായിട്ട് എങ്ങനെയാണ് നിലനിന്ന് പോയിട്ടുള്ളത്, അതേപോലെ തന്നെ റീജിയണൽ ആയിട്ടുള്ള ഒരുപാട് അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവരുടെ ഐഡന്റിറ്റിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്.